തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF-നുണ്ടായത് കനത്ത തിരിച്ചടിയാണ്. 45 വർഷത്തെ LDF ഭരണമാണ് കോർപ്പറേഷനിൽ അവസാനിച്ചത്. തോൽവിക്കപ്പുറം BJPക്ക് അവസരമൊരുക്കിയെന്ന പ്രചാരണമാകും LDF-ന് നേരിടേണ്ടി വരിക. എന്നാൽ കടുത്ത ഭരണവിരുദ്ധ വികാരം മുതലാക്കാൻ UDF-നും കഴിഞ്ഞില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിക്കാൻ തുനിഞ്ഞിറങ്ങിയ BJPക്ക് ആയുധങ്ങൾ നിരവധിയായിരുന്നു. അതിൽ പ്രധാനം LDF-നെതിരായ ഭരണവിരുദ്ധ വികാരം തന്നെ. കഴിഞ്ഞ ഭരണസമിതിക്കെതിരായി ഉയർന്ന ആരോപണങ്ങളെ അവസരത്തിനൊത്ത് പ്രതിരോധിക്കാൻ LDF-ന് കഴിഞ്ഞില്ല. അത് കൃത്യമായി മുതലാക്കി BJP. 45 വർഷത്തിന് ശേഷമാണ് LDF-ന് തലസ്ഥാന നഗരഭരണം നഷ്ടമായത്. ഭരണം പിടിച്ചെടുത്തത് BJP എന്നതാണ് LDF-ന് അതിനേക്കാൾ തലവേദന. BJPക്ക് അവസരമൊരുക്കിയെന്ന ആരോപണം നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDF നേരിടേണ്ടി വരും. LDF ആയിരുന്നു പൊതുശത്രു. UDF-ഉം BJPയും തരാതരം പോലെ അഡ്ജസ്റ്റ്മെന്റ് നടത്തി രണ്ടു കൂട്ടരുടെയും എതിരാളി LDF ആണ് എന്നുള്ളത് വെച്ച് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുകയായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്നാൽ കൃത്യമായ ഭരണവിരുദ്ധ വികാരം കോർപ്പറേഷനിലുണ്ടായിട്ടും അത് മുതലാക്കാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയ UDF-ന് കഴിഞ്ഞില്ല. പലരും പറയുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ കണക്കുണ്ടായിരുന്നു. എന്തായാലും ഇതൊരു നല്ല നമ്പറാണ്, വലിയൊരു ഊർജ്ജമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അഭിമാന പോരാട്ടത്തിൽ കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് BJPക്ക് കേരളത്തിൽ വലിയ ആവേശം നൽകും. ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ ഒരു നറേറ്റീവ് മാറും. വികസിത കേരളത്തിന് വേണ്ടി ആരാണ് ചെയ്യാൻ പോകുന്നത്, എന്ത് ചെയ്യാൻ പോകുന്നു, അതെല്ലാം ജനങ്ങൾ ചോദിക്കും. കോർപ്പറേഷൻ ഭരണം നഷ്ടമായത് CPM-ലും അസ്വാരസ്യങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പാർട്ടി നേതാക്കൾക്ക് പ്രിയപ്പെട്ടവർക്ക് സീറ്റ് നൽകിയെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. തോൽവിക്ക് പിന്നാലെ മേയർ ആര്യ രാജേന്ദ്രനെ ലക്ഷ്യമിട്ട് ഒരു വിഭാഗം പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തു. മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗായത്രി ബാബു ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് ഇതിന്റെ സൂചനയാണ്. മീഡിയ 1 തിരുവനന്തപുരം.